പഞ്ചസാര ശർക്കര എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ നാവിൽ മധുരം അങ്ങനെ ഒഴുകും. എന്നാൽ അതിനുവേണ്ട കരിമ്പിൻ പാടങ്ങൾ ഇന്ന് നമുക്ക് ഏതാണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. മധ്യ തിരുവിതാംകൂറിലെ കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ മീനച്ചിൽ, മണിമല, അച്ചൻകോവിൽ, പമ്പ എന്നീ നദികളുടെ തീരങ്ങളിലും സമീപ പ്രദേശങ്ങളിലും ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തിരുന്നത് മാധുരി എന്ന ഇനം കരിമ്പായിരുന്നു. മധുരിമയുടെ ഈ സത്യം തിരിച്ചറിഞ്ഞാണ് നമ്മുടെ കൃഷി വകുപ്പ് കരിമ്പിൻ പൂക്കൾ പൂത്തു നിന്നിരുന്ന പന്തളത്ത് കരിമ്പ് കൃഷി പ്രോത്സാഹിപ്പിക്കാനും അതിൻ്റെ മൂല്യവർധന ഉൽപ്പന്നങ്ങൾക്ക് വിപണനം ഒരുക്കാനും ശ്രമിച്ചത്. പന്തളം പത്തനംതിട്ട റോഡിലാണ് കൃഷി വകുപ്പിന് കീഴിലുള്ള കടയ്ക്കാട് കരിമ്പ് വിത്ത് ഉൽപാദന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കൃഷി വകുപ്പിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ 1963 ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നതിന് വേണ്ടി സ്ഥാപിച്ച 25 ഏക്കർ വരുന്ന ഈ ഫാമിൽ 5 ഹെക്ടർ സ്ഥലത്ത് കരിമ്പ് കൃഷി ചെയ്യുന്നു. മൂല്യവർദ്ധനവിന്റെ ഭാഗമായി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കരിമ്പ് ജൈവിക രീതിയിൽ ശർക്കരയാക്കി പന്തളം ശർക്കര എന്ന പേരിൽ വിപണനം ചെയ്തു വരുന്നു. കരിമ്പ് കൃഷിക്കുള്ള നടീൽ വസ്തുവായ തലക്കം കർഷകരുടെ ആവശ്യത്തിനനുസരിച്ച് ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. ടൺ ഒന്നിന് 3000 രൂപയാണ് വില. ഒരു ടൺ എന്നാൽ 7000-ഓളം തലക്കങ്ങൾ ഉണ്ടാകും. ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലായിട്ട് കരിമ്പ് കൃഷി വളരെ വ്യാപകമായിരുന്ന ഒരു കാലം, അതായത് പന്തളം ഫാക്ടറി, അങ്ങനെ 2 കരിമ്പ് ഫാക്ടറികൾ ഉണ്ടായിരുന്നപ്പോൾ ഈ മേഖലയിൽ മുഴുവൻ കരിമ്പ് കൃഷി വളരെ വ്യാപകമായിരുന്നു. അപ്പോൾ ആ കാലത്ത് കരിമ്പ് കർഷകർക്ക് ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ, അതായത് കരിമ്പിൻ്റെ തലക്കം വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1963 കരിമ്പ് വിത്ത് ഉൽപാദന കേന്ദ്രം എന്ന പേരിൽ ഈ ഫാം ആരംഭിച്ചു. കരിമ്പ് ഒരു ഉഷ്ണമേഖലാ വിളയാണ്. നീർവാർച്ച സൗകര്യത്തോടെ ഉലർച്ചയുള്ളതും ഫലഭൂയിഷ്ഠവുമായ മണ്ണ് കൃഷിക്ക് ഏറ്റവും നല്ലത്. നദീതടങ്ങളിലെ എക്കൽ കലർന്ന മണ്ണിൽ കരിമ്പ് നന്നായി വളരുന്നു. കൃഷിയിടം നെടുകയും കുറുകയുമായി 3 തവണ ഉഴുത് മണ്ണിളക്കി നിരപ്പാക്കിയാണ് വിളയിറക്കുന്നത്. ചാലുകളെടുത്താണ് നടീൽ. ചാലുകൾ തമ്മിൽ 75 സെന്റിമീറ്റർ അകലവും താഴ്ച 45 സെന്റിമീറ്ററും വേണം. മൂപ്പ് കൂടിയ ഇനങ്ങൾക്ക് അകലം 90 സെന്റിമീറ്റർ ആകാം. ചരിവിടങ്ങളിൽ 75 സെന്റിമീറ്റർ അകലത്തിലും 30 സെന്റിമീറ്റർ താഴ്ചയിലുമുള്ള തടങ്ങളെടുത്താകണം നടീൽ നടത്താൻ. മൂപ്പായ കരിമ്പിൻ തണ്ടിന്റെ ദൃഢത കുറഞ്ഞ മുകളറ്റം, അതായത് കരിമ്പിന്റെ 1/3 ഭാഗം നടീൽ വസ്തുവായി ഉപയോഗിക്കണം. 1 ഹെക്ടർ നടുന്നതിന് 3 മുട്ടുകളോടെ മുറിച്ചെടുത്ത 40,000-50,000 കഷണങ്ങൾ വേണം. കുമിൽ രോഗബാധ ഒഴിവാക്കാൻ ഇവ 0.25% ഗാഢതയുള്ള ബോഡോ മിശ്രിതത്തിൽ മുക്കിയെടുക്കണം. ചാലുകളിൽ നീളത്തിൽ ഒന്നിനോട് ചേർത്ത് വെച്ച് മണ്ണിട്ട് മൂടുകയും വേണം. കേരളത്തിലെ വിവിധ മേഖലകളിലേക്ക് ശുപാർശ ചെയ്തിട്ടുള്ള വളങ്ങളുടെ സ്വഭാവവും അളവും മണ്ണിന്റെ വളക്കൂറും ചെടികളുടെ വളർച്ചയും നോക്കി ചേർക്കണം. തലക്കം ഒന്നോടൊന്ന് തൊട്ട് കിടത്തി നടുന്ന രീതിയാണുള്ളത്. മുളച്ച് കഴിയുമ്പോൾ ആദ്യത്തെ ഇടയിളക്കലും വളം ചേർക്കലും നമ്മൾ 45-ാമത്തെ ദിവസം, രണ്ടാമതൊരു ഇടയിളക്കലും മണ്ണടുപ്പിക്കലുമായിട്ട് 90-ാമത്തെ ദിവസം, പിന്നെ വിളവെടുക്കുന്ന സമയത്തിന് തൊട്ട് മുമ്പ് ഈ പോള ഡീട്രാഷിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ്. ഈ 3 പ്രോസസ്സേ ഉള്ളൂ. പിന്നെ 10-ാം മാസം നമ്മൾ വിളവെടുക്കുകയാണ്. മഴ ലഭ്യതയനുസരിച്ച്
ഒരു വിളക്കാലം 7-8 തവണ നനയ്ക്കേണ്ടി വരും. നന അധികമായാൽ കിളിർപ്പിനെ ബാധിക്കും. വിളയാവശിഷ്ടങ്ങൾ കൊണ്ട് പുതയിടുന്നത് ഈർപ്പനഷ്ടം ഒഴിവാക്കാൻ സഹായിക്കുന്നു. തണ്ടുതുരപ്പനും കരിമ്പ് ചീയൽ രോഗവുമാണ് പ്രധാന ശത്രു. ഇവയെ നിയന്ത്രിക്കാൻ വിദഗ്ധ ഉപദേശം തേടണം. മൂപ്പ് വ്യത്യാസം വിളവിനെയും പഞ്ചസാരയുടെ അളവിനെയും ബാധിക്കും എന്നതിനാൽ യഥാർത്ഥ മൂപ്പിൽ തന്നെ വിളവെടുക്കണം. ആദ്യ വിളവെടുപ്പിന് ശേഷം ആ കുറ്റിയിൽ നിന്ന് തന്നെ 2 തവണ കൂടി വിളവെടുക്കാം. 3 തവണ വിളവെടുത്താൽ ആ സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്യാറാണ് പതിവ്. ശർക്കര മധുരം കിനിയുന്ന ഒരു വാക്കാണെങ്കിലും അത് ഉൽപ്പാദിപ്പിക്കുന്നതിന് കഠിന പരിശ്രമം വേണം. അതിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് പന്തളം ശർക്കര. മൂപ്പെത്തിയ കരിമ്പ് വെട്ടിയെടുത്ത് ഓലകളും വേരുകളും നീക്കി ഒട്ടും വൈകാതെ ചക്കുകളിൽ ആട്ടി നീരെടുക്കുന്നു. ആ നീരരിച്ചെടുത്ത് ഒരു ടാങ്കിൽ ശേഖരിച്ച് വീണ്ടും ഒന്നുകൂടി അരിച്ച് ഉടനെ തന്നെ വിശാലമായതും പരന്നതുമായ പാത്രത്തിലൊഴിച്ച് ചൂടാക്കുന്നു. കരിമ്പിൻ നീര് പുളിച്ചു പോകാൻ സാധ്യതയുള്ളതിനാലാണ് ഉടനെ ചൂടാക്കുന്നത്. തിളയ്ക്കുമ്പോൾ ഇളക്കുകയും ഇടയ്ക്കിടെ മുകളിൽ നിന്ന് അഴുക്കും കരടുകളും കോരി നീക്കുകയും വേണം. തീ കത്തിക്കുന്നതിന് കരിമ്പിൻ തോട്ടത്തിലെ കരിയിലയും കരിമ്പിൻ ചണ്ടിയുമാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേക പരുവത്തിലെത്തുമ്പോൾ തീ കെടുത്തി തടി കൊണ്ടുള്ള ഒരു വലിയ പാത്തിയിലേക്ക് അവ പകരുന്നു. പാത്തിയിലേക്ക് പകർന്ന ശർക്കരപ്പാനീയത്തെ തണുപ്പിക്കാൻ അനുവദിക്കുന്നതിനോടൊപ്പം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. സാധാരണ ഉത്സവപ്പറമ്പുകളിൽ കാണുന്ന തമിഴ്നാടിനം കരിമ്പിന് വെള്ളത്തിന്റെ അളവ് കൂടുതലും പഞ്ചസാരയുടെ അളവ് കുറവുമാണ്. കളയ്ക്കാട് ഉൽപ്പാദിപ്പിക്കുന്ന മാധുരി ഇനം കരിമ്പിന് പഞ്ചസാരയുടെ അളവ് കൂടുതലും വെള്ളത്തിന്റെ അളവ് കുറവുമാണ്. നമ്മളിവിടെ കൃഷി ചെയ്തുണ്ടാകുന്ന കരിമ്പ് മാർക്കറ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇവിടെ തന്നെ ആ കരിമ്പ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കരിമ്പ് പ്രോസസ്സ് ചെയ്ത് ശർക്കരയായിട്ട് വിപണനം നടത്തുന്ന ഒരു രീതി. അപ്പോൾ അത് നമ്മൾ പന്തളം ശർക്കര എന്നുള്ള ബ്രാൻഡിൽ ഇപ്പം തിരുവിതാംകൂർ ശർക്കരയ്ക്ക് ഈ ഭൂപ്രദേശ സൂചിയൊക്കെ ലഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മധ്യ തിരുവിതാംകൂറിലേറെ പ്രചാരമുള്ള പതിയൻ ശർക്കര ഒന്ന്, പിന്നെ നമ്മുടെ സാധാരണ ഉണ്ട ശർക്കര, പിന്നെ അച്ച് വെല്ലം, പിന്നെ കുറച്ചുകൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നമായിട്ട് നമ്മൾ ചുക്ക്, ജീരകം, ഏലക്ക ഇവ ചേർത്തിട്ട് ഒരു ചുക്കുണ്ട, ഇങ്ങനെ ശർക്കരയാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ കരിമ്പിൻ്റെ ഓല നല്ലൊരു കാലിത്തീറ്റയാണ്. കരിമ്പിൻ്റെ ഓല നമ്മൾ കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കുന്നു. ബാക്കി ഉള്ളത് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചണ്ടി നമ്മൾ നേരത്തെ തന്നെ ഈ ഉണക്കിയിട്ട് വിറകായിട്ട് കരിമ്പ് നീര് വറ്റിക്കാൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതാണ്. തണുപ്പിച്ചെടുക്കുന്ന ശർക്കര 1 കിലോ പാക്കറ്റിലാക്കി സീൽ ചെയ്ത് വിൽപ്പനയ്ക്ക് തയ്യാറാക്കുന്നു. കരിമ്പിൽ നിന്ന് നാടൻ ശർക്കര മുഖ്യമായും 3 വിധത്തിലാണ് തയ്യാറാക്കുന്നത്: പതിയൻ ശർക്കര, ഉണ്ട ശർക്കര, ചുക്കുണ്ട. ഇത് കേടാകാതെ മാസങ്ങളോളം സൂക്ഷിക്കാം. ഈ ശർക്കര ഉപയോഗിച്ച് കപ്പലണ്ടി മിഠായി, അരിയുണ്ട, എള്ളുണ്ട, ശർക്കര പുരട്ടി, ഹൽവ എന്നിവയും ഉണ്ടാക്കാം.
നമ്മുടെ നാട്ടിൽ കർഷകർക്ക് ആവശ്യമുള്ള പച്ചക്കറി ഇനങ്ങൾ, അതായത് കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയിട്ടുള്ള നമ്മുടെ പ്രദേശത്തേക്ക് യോജിച്ച അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളല്ല. പാവൽ, പയർ, വെണ്ട, ചീര, മുളക്, വഴുതനം, അങ്ങനെ എല്ലാ വെള്ളരി, കുമ്പളം, അങ്ങനെ എല്ലാ പച്ചക്കറി വിത്തുകളും ഉൽപ്പാദിപ്പിക്കുന്നു. പിന്നെ വാഴ, ഏകദേശം ഒരു 20-25 ഇനത്തോളം ടൈപ്പ് വാഴ ഇനങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ വാഴ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, ചേന, ചേമ്പ്, കാച്ചിൽ, അങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇഞ്ചി, മഞ്ഞൾ, അങ്ങനെ ഒട്ടുമിക്ക നമ്മുടെ ഈ പ്രദേശത്തിന് ആവശ്യമുള്ള ഒട്ടുമിക്ക കാർഷിക വിളകളുടെയും വിത്തുകൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് ഇവിടെ വിതരണം ചെയ്യും. പന്തളം കടയ്ക്കാട് കരിമ്പ് വിത്തുൽപാദന കേന്ദ്രം കേവലം മധുരം ചൊരിയുന്ന കരിമ്പും ശർക്കരയും മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമല്ല, മറിച്ച് കാർഷിക കേരളത്തിന്റെ ഒരു പരിച്ഛേദം തന്നെയാണ് ഇവിടുത്തെ കാർഷിക പ്രവർത്തനങ്ങളും. എല്ലാത്തരം പച്ചക്കറികളുടെയും നടീൽ വസ്തു ഇവിടെ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് വിതരണം ചെയ്യുന്നുമുണ്ട്. വിവിധ തരത്തിലുള്ള മുളക്, മഞ്ഞൾ, പാവൽ, ചീര, വെള്ളരി, പയർ, വെണ്ട, പടവലം. കൂടാതെ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പ്രവർത്തിക്കുന്ന കൃഷിവകുപ്പിന്റെ ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറികൾച്ചർ സെന്ററിൽ ഉൽപ്പാദിപ്പിച്ച നേന്ത്രൻ, റോബസ്റ്റ, കദളി, കൂമ്പില്ലാക്കണ്ണൻ, മട്ടി, പാളയൻകോടൻ, ചെങ്കതളി, ഞാലിപ്പൂവൻ തുടങ്ങി 20ഓളം വാഴകളുടെ ടിഷ്യൂ കൾച്ചർ തൈകളും ഇവിടെ ലഭ്യമാണ്. പന്നിയൂർ 1 മുതൽ പന്നിയൂർ 8 വരെയുള്ള കുരുമുളക് ഇനങ്ങളും കുറ്റ്യാടിയിൽ നിന്ന് വിത്ത് കൊണ്ടുവന്ന് പാകി മുളപ്പിച്ച കുറ്റ്യാടി ഇനം തെങ്ങിൻ തൈകൾ, D&T, WCT, ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് പച്ച തുടങ്ങിയ ഇനം തെങ്ങിൻ തൈകളും ഇവിടെ നിന്ന് കർഷകർക്ക് വിതരണം ചെയ്തു പോരുന്നു. കൃഷിരീതികൾ, നൂതന കൃഷിരീതികൾ പരമാവധി നമ്മളിവിടെ അനുവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കർഷകർക്കാണെങ്കിലും ആത്മ പോലുള്ള പദ്ധതിയിൽ വരുന്ന കർഷകർക്ക്, പിന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വരുന്ന വിദ്യാർത്ഥികൾക്ക്, അവർക്കൊക്കെ ഇവിടെ നമ്മൾ പരിശീലനവും ക്ലാസ്സും അങ്ങനെ എടുത്തു കൊടുക്കുന്നുണ്ട്. ഒരു സർക്കാർ ഫാം ജൈവ കൃഷിയിലേക്ക് മാറണം എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ്. അപ്പോൾ ജൈവ വളത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു 16 പശുക്കളുള്ളൊരു ഡയറി യൂണിറ്റ് ഇവിടെ ആരംഭിച്ചു. അപ്പോൾ അതിൽ 2 വെച്ചൂർ പശു, ഒരു കാസർഗോഡൻ, പിന്നെ കുറച്ച് നാടൻ പശുക്കൾ, അങ്ങനെ 16 പശുക്കളിൽ ആരംഭിച്ചാണ്. ഇപ്പോൾ അത് 40-45 പശുക്കളോളം ഇപ്പോൾ നമ്മുടെ ഡയറി യൂണിറ്റ് എത്തിയിട്ടുണ്ട്. നാൽപ്പതോളം പശുക്കളടങ്ങിയ ഒരു ഡയറി യൂണിറ്റും ഇവിടെ പ്രവർത്തിക്കുന്നു. HF ക്രോസ്, ജേഴ്സി, കൂടാതെ നാടൻ ഇനത്തിൽപ്പെട്ട വെച്ചൂർ, കാസർഗോഡ് ഡോർഫ്, ഹൈറേഞ്ച് ഡോർഫ്, കപില എന്നിവയാണ് പശുക്കൾ. ദിവസം 100 മുതൽ 120 ലിറ്റർ പാൽ വരെ മിൽമയ്ക്ക് നൽകിപ്പോരുന്നു. ഒരു വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ജനറേറ്റർ 7.5 കിലോവാട്ടോളം വൈദ്യുതി നമുക്ക് തുടർച്ചയായിട്ടൊരു 8 മണിക്കൂർ നേരത്തേക്ക് ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉള്ള ജനറേറ്ററുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ കറവ യന്ത്രം ഉപയോഗിച്ചാണ് കറക്കുന്നത്. അപ്പോൾ ഈ വൈദ്യുതിയുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ആ സമയത്ത് വൈദ്യുതി തടസ്സം നേരിട്ടാൽ കറവയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ തരത്തിൽ ആ ജനറേറ്റർ ഉപയോഗിച്ച് തന്നെയാണ് നമ്മളിവിടെ നമ്മുടെ ഓഫീസ്, പിന്നെ 2 HP വരെയുള്ള പമ്പ് സെറ്റ്, ഇത്രയും വർക്ക് ചെയ്യുന്നതിന് തരത്തിലുള്ള ഈ വൈദ്യുതി നമുക്കതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പിന്നെ അതിനോടനുബന്ധിച്ച് തന്നെയാണ് കുറച്ച് ആട്, ഒരു 5 ആടുകളിൽ തുടങ്ങിയാണ് ജമുനാപ്പാരി, പൂർണ്ണമായും ശുദ്ധജനുസല്ല, ക്രോസ് ഉള്ളത്, പിന്നെ മലബാറി, പിന്നെ തമിഴ്നാട്ടിൽ കാണുന്ന മയിലുംപാടി എന്ന് പറഞ്ഞതിനും, അങ്ങനെ അതും ഇപ്പോൾ ഒരു 10-25 ആടിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട്.
25ഓളം ആടുകളുള്ള ഒരു ഗോട്ട് ഫാമും ഇവിടെയുണ്ട്. 5 ആടിൽ തുടങ്ങിയ ഈ ഫാമിൽ മലബാറി, ജംനാപ്യാരി, തമിഴ്നാട് ഇനമായ മൈലംപാടി തുടങ്ങിയ ഇനങ്ങളാണ് ഉള്ളത്. സീസൺ സമയത്ത് മുട്ടനാടുകൾ മാത്രമേ ഇവിടെ നിന്നും വിൽപ്പന നടത്താറുള്ളൂ. പന്തളം കടക്കാട് കരിമ്പ് വിത്തുൽപാദന കേന്ദ്രം കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് നൽകുന്ന സന്ദേശം ചെറുതല്ല. പാരമ്പര്യവും ആധുനികതയും കലർന്ന കാർഷിക സൗന്ദര്യത്തിന്റെ നടവഴികൾ ഇവരിവിടെ തുറന്നിടുകയാണ്. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന ഭൂനിഗമ ബോർഡിന്റെ ദേശീയ സെമിനാർ തിരുവനന്തപുരത്ത്. ഹൈബ്രിഡ് കക്കിരി വിത്ത് തപാലിൽ ലഭ്യമാക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. ഭൂവിഭവ സംരക്ഷണ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി കേരള സംസ്ഥാന ഭൂവിനിയോഗ ബോർഡ് ഈ മാസം 13, 14 തീയതികളിൽ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നു. കൃഷി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കഴക്കൂട്ടം ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറികൾച്ചർ സെന്ററിൽ നേന്ത്രൻ, ഗ്രാൻഡ് 9, മൈസൂർ ഏത്തൻ, യാംഗാബി തുടങ്ങിയ വിവിധയിനം വാഴകളുടെ ടിഷ്യൂ കൾച്ചർ തൈകൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. കൂടാതെ സങ്കരയിനത്തിൽപ്പെട്ട തക്കാളി, മുളക്, വഴുതന എന്നീ പച്ചക്കറികളുടെ തൈകളും ലഭ്യമാണ്. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04712413 കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര പച്ചക്കറി വിഭാഗത്തിൽ നിന്നും വികസിപ്പിച്ച KPCH1 എന്ന ഹൈബ്രിഡ് കക്കിരിയുടെ വിത്ത് കർഷകർക്ക് വിതരണം ചെയ്യാൻ തയ്യാറായി. 500 വിത്ത് ആവശ്യമുള്ള കർഷകർ 525 രൂപയും 1000 വിത്ത് ആവശ്യമുള്ള കർഷകർ 1035 രൂപയും മണി ഓർഡറായി അയച്ചാൽ വിത്ത് രജിസ്റ്റേർഡായി അയച്ചു കൊടുക്കുമെന്ന് ഒളറികൾച്ചർ വിഭാഗം മേധാവി അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0482438482. കോട്ടയം ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബശ്രീ അംഗങ്ങൾക്ക് കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വെച്ച് കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിൽ പരിശീലനം നൽകുന്നു. ഈ മാസം 18, 19 തീയതികളിലാണ് പരിശീലനം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 049942329993. തിരുവനന്തപുരം വെള്ളനാട് പ്രവർത്തിക്കുന്ന കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഈ മാസം 12 മുതൽ 15 വരെ ജൈവ കൃഷിയുടെ സാങ്കേതിക തലങ്ങളെക്കുറിച്ചും സാധ്യതകളെ സംബന്ധിച്ചും സൗജന്യ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറുകൾ 04722882 086, മൊബൈൽ നമ്പർ
002-884000. ക്ഷീരമേഖലയിൽ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായി മൃഗസംരക്ഷണ വകുപ്പ് റാന്നി റീജിയണൽ AI സെന്ററിന്റെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല നടത്തുന്നു. ഈ മാസം 18-ാം തീയതി റാന്നി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് ശില്പശാല. താൽപര്യമുള്ള ക്ഷീരകർഷകർ ഈ മാസം 14-ാം തീയതിക്ക് മുൻപായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 75 പേർക്ക് മാത്രമേ ശില്പശാലയിൽ പരിശീലനം നൽകുകയുള്ളൂ. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04735-224-550. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി കിൻഡലിന് 8,800 രൂപ, കോഴിക്കോട് 9,400, തൃശൂർ 8,600. കൊപ്ര കൊച്ചി 6,010 രൂപ, കോഴിക്കോട് 6,200, തൃശൂർ 5,980. കുരുമുളക് അൺഗാർബിൾഡ് 63,200, ഗാർബിൾഡ് 66,200. ചുക്ക് മീഡിയം 17,500, ബെസ്റ്റ് 19,000. മഞ്ഞൾ സേലം 11,100, ഈറോഡിൽ 11,300. അടയ്ക്ക പഴയത് 25,500 രൂപ മുതൽ 26,500 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5-ാം ഗ്രേഡ് 9,300 രൂപ, റബ്ബർ RSS 4-ാം ഗ്രേഡ് 9,850. കോട്ടയം റബ്ബർ RSS 5-ാം ഗ്രേഡ് 9,400, റബ്ബർ RSS 4-ാം ഗ്രേഡ് 9,900 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിന്റലിന് 8,800 രൂപ, കൊപ്ര 6,010, പിണ്ണാക്ക് എക്സ്പെല്ല 2,100 രൂപ, റോട്ടറി 2,400. കുരുമുളക് അൺഗാർബിൾഡ് 63,200, ഗാർബിൾഡ് 66,200. ചുക്ക് മീഡിയം 17,500, ബെസ്റ്റ് 19,000. അടയ്ക്ക പുതിയത് 20,000 രൂപ മുതൽ 22,500 വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200 രൂപ മുതൽ 220 രൂപ വരെ. തൊണ്ടില്ലാത്തത് 420 മുതൽ 440 വരെ. ജാതിപത്രി 650 മുതൽ 925 വരെ. ഗ്രാമ്പു 760 രൂപ. റബ്ബർ RSS 5-ാം ഗ്രേഡ് ക്വിന്റലിന് 9,300 രൂപ, റബ്ബർ RSS 4-ാം ഗ്രേഡ് 9,850. ഒട്ടുപാൽ 6,000, ലാറ്റക്സ് 7,400 രൂപ. കമ്പോള അവലോകനം. ലേലകേന്ദ്രങ്ങളിൽ ഏലക്ക ശ്രദ്ധപ്പെട്ടതോടെ ഉൽപ്പന്നവില ഉയർന്നു. മണ്ടൻകെട്ട് നടന്ന ലേലത്തിൽ ഈ വർഷം ഇതാദ്യമായി ഏലക്ക കിലോ 1,010 രൂപയിലെത്തി. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് ഏലത്തിന് 1,000 രൂപയ്ക്ക് മുകളിൽ വില ലഭിക്കുന്നത്. കയറ്റുമതിക്കാൻ ആഭ്യന്തര വ്യാപാരികളും രംഗത്തുണ്ട്. റബ്ബർ അവധി നിരക്കുകൾ വീണ്ടും ഇടിഞ്ഞതോടെ ടയർ നിർമ്മാതാക്കൾ ഷീറ്റ് സംഭരണം കുറച്ചു. ഗ്രാമീണ മേഖലകളിൽ 4-ാം ഗ്രേഡ് കിലോ 99 രൂപ വരെ താഴ്ന്നു. വില ഇടിവ് മൂലം ചെറുകിട വ്യാപാരികൾ രംഗത്ത് സജീവമല്ല. പുതിയ കുരുമുളകിന് വിപണിയിലെ പ്രതീക്ഷക്കൊത്ത് ആവശ്യക്കാരില്ല. ഗാർബിൾഡ് മുളക് കിലോ 662 രൂപയിലാണ്. ചുക്കിന് ആവശ്യക്കാരെത്തിയെങ്കിലും ഉൽപ്പന്നമില്ല സ്ഥിതിയാണ്. പാൻ മസാല വ്യവസായികൾ മലബാർ മേഖലയിൽ നിന്ന് അടക്ക സംഭരിച്ചു. കാർഷിക മേഖലയിൽ നിന്ന് പുതിയ മഞ്ഞൾ ഇന്ന് വിൽപ്പനയ്ക്കെത്തി. ജാതിക്ക ജാതിപത്രി വിലകളിൽ മാറ്റമില്ല. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാളികേര വിളവെടുപ്പ് പുരോഗമിക്കുന്നു. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 36.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.1 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.5, 23.2. കൊച്ചി 32, 24.6. ആലപ്പുഴ 35.8, 23.9. പുനലൂർ 33.7, 20. തിരുവനന്തപുരം കൂടിയ താപനില 33.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.9 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.